എൻ്റെ ലൈഫിൽ എഴുതപ്പെടാൻ പോകുന്നത് മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് മൈ ലൈഫ് ആഫ്റ്റർ ദൃശ്യം. ഫോർ മീ ഹീ ഈസ് എ ഫീലിംഗ്, ഹീ ഈസ് എൻ ഇമോഷൻ. വളരെ കൃത്യമായി എന്നെക്കാളും സീരിയസ് ആയിട്ടാണ് ആ ഇന്റർവ്യൂവിൽ ഇരുന്ന് ഉത്തരങ്ങൾ. ഞാൻ എന്താ ചോദിക്കുക കുഞ്ഞിനോട് എന്നുള്ള അതാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ മേക്കപ്പ് ഒക്കെ പറയുമ്പോൾ ഒരു എക്സൈറ്റഡ് ആൻസർ കിട്ടുമല്ലോ. അപ്പൊ പക്ഷെ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. വെരി ഓണസ്റ്റ്ലി ഐ എം ടെല്ലിങ് യു, എന്റെ മോള് ഇപ്പൊ ഞാൻ പറഞ്ഞ 8 വയസ്സാ, മൂത്ത ആള്, രണ്ടാമത്തെ ആള് 7 വയസ്സ്. സോ വെൻ മൈ ചിൽഡ്രൻ ഗ്രോ അപ്പ് I want them to have a kind of perspective like you. I'm telling this very honestly. As a mother, പല പ്രാവശ്യം ഈ ഡിസിഷൻ എടുത്തു, സിനിമ വേണ്ട, കരിയർ വേറൊരു കരിയർ മതി എന്നുള്ള പോലെ. പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അങ്ങനെ ഒരു മലയാളി ഓഡിയൻസിൽ മാത്രം നിന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞതും പുറത്തു പോയപ്പോഴാണ്. I don't know whether I should be asking you this, but problem shoot. Are you single? ഒരു 1.5 ലക്ഷത്തിന്റെ ഒരു ബാഗ് ഒക്കെ മേടിക്കോ? ഹലോ എവ്രിബഡി, ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ബിക്കോസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് എൻ്റെ കൂടെ എൻ്റെ ഷോയിൽ വന്ന് ഷീ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് മീ. വെരി ഇൻ്റലിജൻറ്റ് ഗേൾ. അന്ന് തന്നെ വളരെ റിസർവ്ഡ് ആയിരുന്നു. ഹെർ ആൻസേഴ്സ് വെയർ വെരി പെർട്ടിക്കുലർ. ആൻഡ് ടുഡേ ഷീ ഈസ് ഹിയർ അഗെയിൻ വിത്ത് മീ. ഷീ ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് മൂവീസ്. ഷീ ഹാസ് ബിക്കം എ ഹീറോയിൻ. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഹെർ വിത്ത് ഓൾ അവർ ലവ്, അനു ഫ്രം ദൃശ്യം. None other than Esther. Thank you very much. Thank you, Esther, for coming here once again in my show. Life feels like a full circle, no? സത്യം, ഞാനതാ പറഞ്ഞ. ഇന്നിപ്പോ അന്ന് ഞാൻ കണ്ട എസ്തറിന്റെ പ്രായമാണ് ഇന്ന് എൻ്റെ മോൾക്ക്. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം അന്ന് പറഞ്ഞിരുന്നു എനിക്ക് സിനിമയിൽ വലുതാവുമ്പോൾ എനിക്ക് അഭിനയിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആള് ഇന്ന് യു ആർ ഹിയർ വിത്ത് യുവർ ഓൺ സ്റ്റൈൽ. So it feels so proud for me actually. That's lovely. So ഒരു വയനാട്ടിൽ നിന്ന് ഒരു കൊച്ചു കലാകാരി വന്നിരിക്കുന്നു. And you are here doing lot of characters which are recognized by people. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നു. So how was the journey? Where did it start from? എങ്ങനെ സിനിമയിൽ എത്തിയത്? So സിനിമയിൽ എത്തിയത് is actually അമ്മ ഒരു കുക്കറി ഷോ ചെയ്ത് ആ ചാനൽ ആളുകൾ വയനാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്ക് സിനിമാ ലോകത്തോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അവരുടെ അപ്പയമ്മയും ചോദിച്ചു, ഞങ്ങൾക്കൊരു മോളുണ്ട്, എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞാണ്. ഞാനങ്ങനെ സിനിമ സ്വപ്നം കണ്ട് വന്ന ഒരാളല്ല. പിന്നെ ഇതിലങ്ങ് എത്തിപ്പെട്ടു. ലൈഫ് ഗോട്ട് വെരി ഡിഫറെൻറ്റ്, ഒരുപാട് എക്സ്പോഷർ. പക്ഷെ എന്നാലും ഓൺ ദ വേ ഐ വാസ് ലൈക്ക് ഓക്കെ, സിനിമയൊന്നും വേണ്ട, എനിക്കൊരു നോർമൽ ലൈഫ് മതി എന്നൊക്കെ ഞാൻ ആലോചിച്ച് സിനിമയിൽ നിന്നിങ്ങനെ പോവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കം എന്ന് പറയുന്നത് വയനാട്ടിൽ ആ ഒരു ഷോ സംഭവിച്ചത് കൊണ്ട് അങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. ഇടയ്ക്ക് ഈ എസ്തറിന് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛനോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ശ്രീ MG ശ്രീകുമാർ അദ്ദേഹത്തെ കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അവളെ ഞാൻ ട്രെയിനിൽ, അവൾ എന്നിട്ട് ഉറങ്ങിപ്പോയി, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ആഗ്രഹിച്ചു വന്നതാണോ അങ്ങനെ സിനിമയിൽ എനിക്ക് എത്തണം എന്നൊരു പിന്നീട് വന്ന സമയത്ത് തോന്നിയിരുന്നോ? സോ നോട്ട് റിയലി. ഇതിപ്പോൾ ഒരു അന്നും ഇന്നും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയോടുള്ള ഒരു സ്നേഹമാണ്. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു ചൈൽഡ് അല്ലോ, ഒരു അഡൾട്ട് ആയല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവരത് ആഗ്രഹിക്കുന്നുമില്ല. കാരണം ചെറുപ്പത്തിൽ ഓക്കെ ഇത് കരിയറിന് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ അവർ ഇതിനകത്തോട്ട് പുഷ് ചെയ്തു, അവർക്ക് ചെയ്യേണ്ട സപ്പോർട്ടിൽ അവർ ചെയ്തു. നൗ ഇറ്റ്സ് മൈ ടേൺ ടു ലൈക്ക് സോർട്ട് ഓഫ് ഡിസൈഡ് എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള പോലെ. അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു തലേദിവസമാണ് വിളിക്കുന്നത് ട്രിവാൻഡ്രത്ത് എൻജാങ്കിൾ ഒരു ഷോയ്ക്ക് വേണ്ടി പോകാനായിട്ട്. അപ്പം നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആണ് ഇങ്ങനെ ഒരു കോള്. സരിഗമ എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു തോന്നുന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയെങ്കിലും പോകണം. പക്ഷേ ഈ വയനാട്ടിൽ നിന്ന് ട്രിവാൻഡ്രം വരെ എത്താന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ രാത്രി അപ്പനെ എടുത്ത്, നമുക്ക് അന്ന് കാറൊന്നുമില്ല, ബസ്സിൽ പോയി കോഴിക്കോട് ചെന്ന് കോഴിക്കോട് ട്രെയിൻ എടുത്ത് അവിടെ ചെന്ന് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. വെൻ ഐ ലുക്ക് ബാക്ക് അറ്റ് ഇറ്റ്, ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മെയിൻലി എൻ്റെ പേരൻസിൻ്റെ ഒരു പാഷൻ കൊണ്ടാണ് എന്നെ ഇത്രയും പുഷ് ചെയ്യാനായിട്ട്. അല്ലാതെ പേരൻസ് ആയിരിക്കില്ല പിന്നെ നാളെ തിരുവനന്തപുരം രാവിലെ എത്തണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പോകണ്ടെന്നായിരിക്കും. പക്ഷെ അവർക്കിങ്ങനെ ഓരോ മാഗസീനിൽ വരുന്നതും അല്ലെങ്കിൽ ഓരോ ചാനലിൽ വരുന്നതും അത്രയും അവരെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടും നാളെ വലിയൊരു സ്ഥലത്ത് അവരെത്തുന്ന അവർ വിശ്വസിച്ചത് കൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ളതാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ റീകോൾ ചെയ്യുന്നത്. ശരിയാണല്ലോ അങ്ങനെ ഒരു ഇൻസിഡന്റ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നൗ ഹൗ ഡു യു സീ യുവർ സെൽഫ്? ഇനി ഇതൊരു കരിയർ ആയിട്ട് യു ആർ പ്ലാനിങ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്? ബിക്കോസ് ഇതിൻ്റെ ഇടയിൽ യു സ്റ്റഡീഡ്, യു ഫിനിഷ് യുവർ സ്റ്റഡീസ്, everything. അപ്പോൾ ഇപ്പോൾ right now what are you planning? Right now like I said, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ലണ്ടനിലോട്ട് പോയ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി സിനിമ ചെയ്യണ്ട, സിനിമ നിർത്തി നമുക്ക് പഠിക്കാം. കാരണം
ഐ എം ഓൾസോ പുട്ടിങ് എ ലോഡ് ഓഫ് മണി ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. അപ്പോൾ അതങ്ങനെ ഞാനങ്ങനെ ഒരു വെൽത്തി ഫാമിലിയിൽ നിന്ന് പോയി ഓക്കെ ഒരു 40-50 lakhs അതങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വിൽ ഇൻവെസ്റ്റ് മൈ ടൈം ആൻഡ് മണി ഇൻ ടു ഇറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്ന സമയത്തും സിനിമകൾ ചെയ്തില്ലെങ്കിലും എപ്പോഴും സിനിമ റിലേറ്റഡ് കാര്യങ്ങൾ ഈ പറഞ്ഞ മലയാളി അസോസിയേഷൻസിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ അതിന് തൊട്ട് മുന്നേ ചെയ്ത സിനിമയുടെ പ്രൊമോഷൻസ് UK വെച്ചാണ് അതിൻ്റെ പകുതി ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസിന് അവിടെ പോകുന്നു. അപ്പോൾ സിനിമയായിട്ട് സമ്മതി അതുവഴി ഞാൻ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൃശ്യം 3യുടെ റിലീസല്ല അനൗൺസ്മെന്റ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല ദൃശ്യം 3 ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ ഞാൻ ഡയറക്ടറിന്റെ മോളെ വിളിച്ചു, ഞങ്ങള് സ്കൂൾ മുതൽ ഒരുമിച്ച് പഠിച്ചത്. ഞാൻ ചോദിച്ചു എന്താണോ ഇത് പറയുന്നൊക്കെ സത്യമാണ്? പറഞ്ഞു അതേ, തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഈ ഡിസിഷൻ എടുത്തു, സിനിമ വേണ്ട, കരിയർ വേറൊരു കരിയർ മതി എന്നുള്ള പോലെ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് സിനിമ, ഇറ്റ്സ് ബിക്കോസ് ഐ ഹവ് ഓൾവേസ് ബിൻ ഡൗട്ട്ഫുൾ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് കഴിവും സൗന്ദര്യവും അല്ലെങ്കിൽ ഇതിന് കേപ്പബിൾ ആയി ഇതിന് അത്രയും പാഷനറ്റ് ആയിട്ടുള്ളവരുണ്ട്. സോ വൈ മീ എന്നുള്ളായിരുന്നു എൻ്റെ ചോദ്യം. പിന്നെ ഞാൻ വിചാരിച്ചു മേ ബി ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഞാൻ അതിനുള്ളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല. സിനിമ നമ്മളെ തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ദർ സം റീസൺ ടു ഇറ്റ്. സോ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തത് ഇങ്ങോട്ട് വരാം എന്നുള്ളത്. വന്നു കഴിഞ്ഞിട്ട് ഐ ഹവ് ബിൻ വെരി ഓണസ്റ്റ് വിത്ത് മൈ വർക്ക് ആൻഡ് ജെന്യുവിൻ വിത്ത് മൈ വർക്ക്. ഇപ്പം അതാണ് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞാൽ നമുക്ക് സെൽഫ് ഡൗട്ടും പിന്നെ അതുപോലെ തന്നെ പേടിയും ഒന്നും ആയി തീരുന്നില്ലെങ്കിലോ സിനിമയിൽ. കാരണം ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ നമ്മൾ വന്നു, ഇപ്പം നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ട്. ഇനി ഇങ്ങാനും ഞാൻ സിനിമ എന്ന് പറഞ്ഞിരുന്ന് ഞാൻ എവിടെ എത്തിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പഠിത്തത്തോട് ഭയങ്കരമായിട്ട് റിലൈ ചെയ്തത്. But now I'm in a better place. Like academically also I feel pretty confident. So ഇപ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വന്നു. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. കാരണം എന്നും ഉണ്ടെന്ന് അറിയാൻ ഉള്ളിൽ സിനിമയോടുള്ള ഇഷ്ടം. ആ പഠിക്കുന്ന സമയത്തൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലേ നമ്മൾ സജീവമായിട്ട് എസ്തറിനെ കാണുന്നില്ല. ഇൻ ബിറ്റ്വീൻ യു ആർ കമ്മിങ് ആൻഡ് ഗോയിങ്, യു ആർ ഓൾവേസ് ദേർ. യാ, ബട്ട് ഐ ഓൾസോ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ചൈൽഡ് ആക്ടർ ആയിട്ടല്ലേ, അപ്പം നമുക്കൊരു പരിമിതി ഉണ്ട് അഭിനയിക്കാനായിട്ട്. കാരണം ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് സിനിമകൾ, എൻ്റെ 10-15 സിനിമകൾ ഞാൻ കുഞ്ഞായിരിക്കുന്ന ആ ഒരു പ്രായത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ട്രാൻസിഷൻ പീരീഡിൽ നമുക്കങ്ങനെ റോളുകൾ ഉണ്ടാവില്ല. എവിടെയാണ് നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യുന്നത്? ഒരു ടീനേജർ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് സിനിമയിൽ. അപ്പം ആൾക്കാർ പറയും ദൃശ്യം കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നില്ല എന്നുള്ളത് ഇസ് ഓൾസോ ബിക്കോസ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വളരെ കുറവായിരിക്കും ആ ഒരു ടീനേജ് പ്രായത്തിലുള്ള. പിന്നെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റും കുറച്ചൊന്ന് ഡ്രോപ്പ് ആയി. പഠിക്കണം 10th എന്നൊക്കെ പറയുമ്പം സ്കൂളിലൊക്കെ നമ്മൾ ഇതാണ് ലൈഫിന്റെ എന്താ പറയുക അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാണല്ലോ നമ്മളിങ്ങനെ പേടിപ്പിച്ച്. 10th കഴിയുമ്പോൾ 12th ഇതാണ് നിങ്ങളുടെ ലൈഫിന്റെ വഴിത്തിരിവ്. ഭയങ്കര സ്റ്റുഡിയസ് ആണോ? അങ്ങനെയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു പഠിക്കാനായിട്ട്. അപ്പൊ അതെന്റെ മനസ്സിൽ കയറിയോണ്ട് ക്ലിയർ ചെയ്യണം നമുക്കിത് എങ്ങനെയെങ്കിലും. അതെ, അതുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ ദൃശ്യം ഉണ്ടായിരുന്നതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഈ ഗ്യാപ്പ് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ബിക്കോസ് യു വെയർ ഓൾവേസ് ദെയർ. ഞാൻ പറഞ്ഞില്ലേ, യു വെയർ ഓൾവേസ് ദെയർ. ആ എല്ലാ ഗ്രോത്ത് സ്റ്റേജും എനിക്കൊന്ന് എല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുണ്ട്. സോ യു സെഡ് യു വെയർ ഇൻ ലണ്ടൻ. ഇപ്പൊ ഇവിടെ വരുമ്പോൾ യു ആർ എ സെലിബ്രിറ്റി, എല്ലാവരും തിരിച്ചറിയുന്ന ഒരാള്. വെൻ യു വെൻ ദെയർ യു ഹാഡ് എ പ്രൈവറ്റ് ലൈഫ്. നമുക്ക് പ്രൈവസി ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ വിച്ച് era do you enjoy more? സോ ഫോർ മീ ഒരു എറ ആയിട്ട് നോക്കുമ്പം അത് എനിക്ക് എൻ്റെ ഫസ്റ്റ് അണ്ടർഗ്രാഡ് കോളേജിന് ബോംബെ പോയതായിരിക്കും എൻ്റെ സം ഓഫ് ദി ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് എന്ന് ഞാൻ എപ്പോഴും അതിനെ നോക്കി കാണുന്നത് ബോംബെയിലുള്ള ഒരു ടൈം ആയിരിക്കും. പ്രൈവസി ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ബോംബെ ആയതുകൊണ്ട് തന്നെ മലയാളികളും എല്ലായിടത്തും ഉള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അങ്ങനെ ഒരു മലയാളി ഓഡിയൻസിൽ മാത്രം നിന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞതും പുറത്തു പോയപ്പോഴാണ്. ഹൈദരാബാദിൽ നിന്നും, കാരണം നമ്മൾ അതിന്റെ തെലുഗു റീമേക്കും ചെയ്തു, ഞാൻ തന്നെയാണ് തെലുഗും തമിഴും ചെയ്തത്. അപ്പൊ എങ്ങനെയെങ്കിലും ആൾക്കാർ ഇത് ദൃശ്യം പാപ്പ ആയിരിക്കും അല്ലെങ്കിൽ കമൽ ഹാസൻ പൊണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. മുഖത്തും വലിയ മാറ്റമില്ല. ഇല്ല. അപ്പോ പ്രൈവസി ഇറ്റ് വാസ് ദേർ. ഇറ്റ് വാസ് മോർ ലൈക്ക് ഞാൻ ഡിസ്കവറിങ് മൈ സെൽഫ് ആൻഡ് ദെൻ പുതിയ ഫ്രണ്ട്സ്, പുതിയൊരു ലോകം. യു എൻജോയ് ദാറ്റ്? ഐ റിയലി എൻജോയ് ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സിനിമയിലേക്ക് വരാനുള്ള ഒരു ഇതും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഐ വാസ് സ്മിറ്റൻ ബൈ ദാറ്റ് ലൈഫ്. ലൈക്ക് അതൊരു പ്രൈവസി ആണോ അതോ ഈ റെക്കഗ്നേഷൻ ആണോ കൂടുതൽ? രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട്. റെക്കഗ്നിഷൻ, ഐ മീൻ ഐ വുഡ് ചൂസ് എ പ്രൈവറ്റ് ലൈഫ് എനി ഡേ. പക്ഷേ റെക്കഗ്നിഷൻ തരുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അല്ലെ ഈ പറയുന്ന പോലെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടുന്ന ഒരു പേർക്സ് ഉണ്ടല്ലോ, അതങ്ങനെ വേണ്ടാന്ന് വെക്കാൻ ഞാൻ അത്ര ഇതൊന്നുമില്ല. പക്ഷെ പ്രൈവസി മാത്രമല്ല, ഇറ്റ്സ് എ സർക്കിൾ ഔട്ട്സൈഡ് സിനിമ. ബീയിങ് എന്താ പറയുക, ഒരു സ്റ്റുഡൻറ്റ്, ബീയിങ് ഓർഡിനറി, അതിനും ഒരുപാട് സന്തോഷം എനിക്ക് തന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് ബാക്ക് ടു ദാറ്റ് ലൈഫ്. ഒരിക്കൽ കൂടി ഞാൻ ലണ്ടനിലേക്ക് തന്നെ തിരിച്ചു പോയി. ലണ്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചേ, അവിടെയൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ഈ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ഹാവ് യു ഡൺ എനി ഓഫ് ദോസ് കൈൻഡ് ഓഫ് പാർട്ട് ടൈം ജോബ്സ്? എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അപ്പ പണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി എന്ന്
വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ കാലത്ത്, വീട് വിട്ടു പോകുന്ന. അങ്ങനെ കുറച്ച് നാൾ പോയപ്പം പുള്ളി ഇതുപോലെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്, ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഒരു ട്രെൻഡായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെറുതെ അവരിപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് നാട് വിട്ടു പോവുക, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവന്ന്. സോ മൈ ഡാഡ് ഡിഡ് ദാറ്റ് ബാക്ക് ദെൻ. വയനാട്ടിൽ ഇത് കോമൺ ആണോ എനിക്കറിയില്ല. അത് പക്ഷെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയും അപ്പയും പറയായിരുന്നു അവരിങ്ങനെ കുറച്ച് നാളെ ദേ ജസ്റ്റ് വാണ്ടർ അറൗണ്ട് ആൻഡ് ദേ കം ബാക്ക് എന്നുള്ള പോലെ. ഐ ഡി നോട്ട് നോ, അതത്ര ഒരു പുതിയൊരു കാര്യമാണ്, എനിക്ക് അറിയില്ലായിരുന്നു, കേട്ടിട്ടില്ല. ഓക്കെ. സോ അപ്പ അങ്ങനെ പോയി, ഹി വാസ് ഇങ്ങനെ ഔറംഗാബാദ്, അങ്ങനെ പല 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 സ്ഥലത്ത്. ഇവിടെ അങ്ങനെ ഒരാൾ പോയി അപ്പൊ തന്നെ പോലീസിൽ അന്വേഷിച്ച് ഇതങ്ങനെ ഇത് ജസ്റ്റ് ഒരു കത്തയക്കുന്നു, ഇനി എന്നെ അന്വേഷിക്കണ്ട ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു ബാഗ് എടുത്ത് പോവാണ്. എത്ര പുള്ളി അതുപോലെ പോയിട്ടുണ്ട്? ഇല്ല, ഒരൊറ്റ പ്രാവശ്യം. അതാവുമ്പോ ഇച്ചിരി അത് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ലെറ്റർ ഒക്കെ വരും വീട്ടിലേക്ക്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എന്നുള്ള പോലെ. പുള്ളിക്ക് പറഞ്ഞ സിനിമ, പാട്ടുകള്, ആർട്സ്, അങ്ങനത്തെ ഒരു ലോകമായിരുന്നു ഇഷ്ടം. ആൻഡ് ഹിസ് പേരൻസ് പുട്ട് ഹിം ഇൻടു സംതിങ് എൽസ്. അപ്പൊ ഒട്ടും ഇത് പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഹോട്ടലിലൊക്കെ ഈ ബെയറായിട്ടും ടേബിൾ ഉടക്കാനൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് കേട്ട ഒരു അറിവുണ്ട്. അപ്പൊ ഞാൻ വെച്ചു പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി വിൽ ബി പുട്ട് ഇൻടു സം ജോബ് ലൈക്ക് ദിസ്. സോ ഐ വുഡ് ലൈക്ക് ടു ഡു, അങ്ങനെ പാർട്ട് ടൈം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തോ ഫാദറിന്റെ ലെഗസി ക്യാരി ഫോർവേഡ്. ആ ഏജ് തോന്നുമല്ലോ എനിക്കൊന്ന് പിസ്സ ഹട്ടിൽ, എനിക്ക് ആ പിസ്സ ഹട്ടിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഇതാണ്. ട്രൂത്ത് ഇസ് ആൾക്കാരെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാട്ടോ പലപ്പോഴും വർക്ക്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു പ്രിവിലേജ് പൊസിഷൻ എന്നാണ്, എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് ഞാനൊരു പൊക്കി പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. ബട്ട് ആക്ച്വലി അതൊരു പുറത്തെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഏത് സോഷ്യൽ സ്റ്റാറ്റിലാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. എനിക്കൊരു ജോലി കിട്ടി, അവിടെ ഒരു സാലഡ് ബാറിലായിരുന്നു, സർവീസസ് മേക്കിംഗ് സാലഡ്. അതൊക്കെ ഒരു 2 months ചെയ്തു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പഠിത്തം അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു. സോ ഐ ടു ക്വിറ്റ് ആൻഡ് സോ ബട്ട് ലൈക്ക് ഒരു മാസം 1.5 മാസം ചെയ്തു, പാർട്ട് ടൈം വർക്ക് ചെയ്തു. You got that experience. അതെ, എല്ലാം തൂക്കുക, തുടയ്ക്കുക, എല്ലാം ഞാൻ അതൊക്കെ actually that can help you in your acting also in a way, അല്ലേ? Yeah, I mean എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ ആക്ടിങ് ലൈഫിനെ പറ്റി ഒത്തിരി ചിന്തിച്ചില്ല. ഐ വാസ് ജസ്റ്റ് എക്സൈറ്റഡ് ഇൻ ദാറ്റ് പ്രോസസ്. അതിലും അങ്ങനെ ഭാഗമാവുക എന്നുള്ളത് പിന്നെ പറഞ്ഞ പോലെ ഈ എൻജോയ്മെന്റ് ഒക്കെ 1-2 ദിവസത്തിൽ തീരും. അത് കഴിഞ്ഞാൽ മറ്റേ എല്ലും മുറിയുള്ള പണിയാണ്. അത് എടുത്തു പറയാൻ കാര്യം എന്താ അറിയോ, ബിക്കോസ് ചെറുപ്പം തൊട്ടേ ഒരു ആക്ട്രസ് ആയിട്ട് വന്ന ഒരാളല്ലേ. സോ എസ്തറിനെ സംബന്ധിച്ചിടത്തോളം ആ പോസിബിലിറ്റീസ് ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കും അല്ലേ? ഒരു പാർട്ട് ടൈം ഇവിടെ കേരളത്തിലോ ഒന്നും ആണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് ശരിയാണ്. ഈ ജഡ്ജ്മെന്റിന്റെ ഒരു ഫാക്ടർ ഉണ്ട് നമുക്കൊരു. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ലൈൻ ബസ്സിന് പോയി വരണമായിരുന്നു ഒരു പ്രായം കഴിയുമ്പോൾ. കാരണം നമുക്ക് ക്യാമ്പ് ഉണ്ട്, സ്കൂൾ ബസ് ആ ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. പക്ഷെ എനിക്ക് ലൈൻ ബസ്സിന് ഭയങ്കര മടിയായിരുന്നു. ആൾക്കാർ എന്ത് പറയും, ഇപ്പൊ ഈ ആക്ടർ ആണല്ലോ അതുകൊണ്ട് ഇനി ബസ്സിലൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു എന്റെ തലയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, അത് ഇപ്പൊ അതൊക്കെ മാറി. അന്നുണ്ടായിരുന്നു എനിക്ക്. ഐ വാസ് ഇൻ 8th 9th ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു വിൻഡോ കിട്ടുമ്പോൾ ഞാൻ അതങ്ങ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. വാട്ട് മേക്സ് യു യുണീക്ക് എസ്തർ? ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ആക്ച്വലി ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. What do you feel? സോ എൻ്റെ മനസ്സിലാക്കുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഫോർ മീ ഇറ്റ്സ് മൈ എക്സ്പീരിയൻസസ് ദാറ്റ് മേക്സ് മീ യുണീക്ക്. ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും എന്നെ സംബന്ധിച്ച് വളരെ യുണീക്കാണ്. ദാറ്റ് ഇപ്പോൾ ഒരു മുറിയിൽ നിൽക്കുമ്പോൾ അതെന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ഐ കാൻറ്റ് റിയലി ഫുള്ളി ടോക്ക് അബൌട്ട് മൈ എക്സ്പീരിയൻസസ്, ബട്ട് മെയിൻലി ഇറ്റ് ഇസ് ദിസ്. ഈ പറഞ്ഞ വയനാട്ടിലെ ചെറിയൊരു സ്ഥലത്ത് നിന്ന് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം സിനിമയിലേക്ക് വരുന്നു. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ ലൈഫിൽ സംഭവിക്കുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചൈൽഡ് ആക്ടറായി വാനിഷ് ചെയ്ത് പോകാണ്ടിരുന്ന ഒരാൾ ആ സിനിമയോട് കൂടി ആൾക്കാർ ഓർത്തിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് നമ്മളെ മറക്കാൻ പറ്റുന്നില്ല. ഈവൻ ദോ യു ഗോ അവേ ഓർ യു ചേഞ്ച്, പീപ്പിൾ സ്റ്റിൽ റിമെമ്പർ യു ഫ്രം സിനിമയിലെ കുട്ടി എന്നുള്ള പോലെ. ആൻഡ് നൗ ഐ എം ഹിയർ ബിക്കോസ് ഓഫ് ദാറ്റ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വേറെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ? ബിക്കോസ് അങ്ങനെ ഒരു സ്മോൾ ടൗൺ ആണെങ്കിലും വെൻ യു ഹാവ് എ ഡ്രീം, നമ്മളത് കുറച്ച് പെർസ്യൂ ചെയ്താൽ യു ക്യാൻ ബി ദെയർ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇതുപോലെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും. വുഡ് യു ലൈക്ക് ടു സേ സംതിങ് ടു ദം? ഇവിടെ ഒരു ഡൗട്ട്, ഒരു ക്ലാരിഫിക്കേഷൻ നടന്നത്, ഇത് എൻ്റെ ഡ്രീം ആയിരുന്നില്ല, ഇതെൻ്റെ പേരൻസിൻ്റെ ഡ്രീം ആയിരുന്നു. സോ ആ പ്രായത്തിൽ ഞാൻ വിചാരിച്ചു ഇപ്പൊ സിനിമ അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതങ്ങ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഹെൽപ്പിംഗ് അവർ ഫാമിലി ഓൾസോ ഫൈനാൻഷ്യലി. അല്ലാതെ ആണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എക്സ്പോഷർ വൈസ് നമ്മൾ വയനാട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പുറത്ത് പല പല നാടുകളിൽ പോകുന്നു, പല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അത് എന്നെ പേഴ്സണലി ഒരു ഗ്രോത്തും തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഗോട്ട് ലക്കി ബിക്കോസ് തിരിഞ്ഞു നോക്കുമ്പം
ഈ ജേർണി തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതെന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അഡ്മിഷൻസിന് ഞാൻ ലണ്ടനിലേക്ക് എൻ്റെ SOP എഴുതുമ്പം ഈ ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ മെൻറ്റർ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഹൂ ആർ യു, ലൈക്ക് യുനോ ഈ ഇപ്പോൾ കാണുന്നതല്ലാതെ പറയുന്നതല്ലാതെ ഹൂ ആർ യു എക്സാക്ട്ലി, അതാണ് എനിക്ക് എൻ്റെ SOPയിൽ കാണേണ്ടതെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. അത് ചിന്തിച്ച് ഞാനിങ്ങനെ പോയപ്പോഴാണ് ഞാനിങ്ങനെ ഈ ഒരു ഹോൾ ജേർണി ട്രേസ് ചെയ്തത്, വയനാട്ടിൽ നിന്ന് ഇവിടം വരെ എത്തിയത്, അതിൻ്റെ സിനിമ പ്ലേ ചെയ്ത റോള്. പക്ഷെ ഒരു മിയർലി ആൾക്കാർ കാണുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നതിന് അപ്പുറത്ത് വാട്ട് ഡിഡ് യു ലേൺ എന്നുള്ള പോലെ. ബട്ട് ഈ പറയുന്ന ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളത്, സോ ഐ ഡു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പീപ്പിൾ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ച അത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കുട്ടികൾ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് യൂണിവേഴ്സിറ്റി കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരുപാട് കുട്ടികൾ എനിക്ക് വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം DMs ആയിട്ട് അയക്കുമ്പം അവർ ഇതേപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട്സിനായിരിക്കും വരുന്നത്. അവർ പറയും, ചേച്ചി ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് പോവുക. അല്ലെ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള കുട്ടികൾ ഇപ്പം ഓക്സ്ഫോർഡിലേക്കൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ദേ ഡു ഗിവ് മി എ കോൾ ജസ്റ്റ് നോ ഈ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയോണ്ട് വേറൊരാളും എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ ഐ ട്രൈ ടു ഡു മൈ പാർട്ട് ഹെൽപ്പിംഗ് ദം, പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവരതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എസ്റ്റർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? യു സെഡ് ഇറ്റ് വാസ് നോട്ട് യുവർ ഡ്രീം, പക്ഷെ എന്നാലും ആ പ്രോസസ്സിൽ എസ്റ്റർ പ്രത്യേകമായി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏതാണ് എക്സാക്ട്ലി? ഈ ഞാൻ പറയാം, യു റീച്ച് ദെയർ, ലണ്ടനിൽ പോയി പഠിച്ചു, യു വെർ ഫോക്കസ്ഡ്, അത് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലായി. ബട്ട് did you take any extra step for that? So for me it is always about believing. അതായത് ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചേ തീരുള്ളൂ എന്നുള്ള ഒരു സാധനത്തിൽ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിപ്പോൾ നാളെ സിനിമയാണെങ്കിലും ഇഫ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡീപ്ലി വാണ്ട് ഇൻസൈഡ്, ഞാനത് ഇന്ന് മുതൽ അങ്ങ് ബിലീവ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. ഐ സ്റ്റാൻഡ് ബൈ ഇറ്റ് നോ മാറ്റർ വാട്ട്. എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇത് പറയാൻ കാരണം ഇപ്പം സിനിമയേക്കാൾ കൂടുതൽ എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ അക്കാഡമിക്സിലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. കാരണം സിനിമയിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് വെൻ ഐ ലുക്ക് അറ്റ് ഞാനൊന്നും ആയി തീർന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് ഐ ബിൻ ഹിയർ ആൻഡ് ദെയർ. അതൊന്നും എൻ്റെ എഫേർട്ടോ എൻ്റെ ഒരു പ്രൂഫോ ഒന്നുമല്ല. ഐ ബിൻ ലക്കി, ഐ ബിൻ ഓണസ്റ്റ് വിത്ത് മൈ വർക്ക്. എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ ചെയ്യാം അങ്ങനെയല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്ടേഴ്സ് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ഗിവൺ മീ ഇച്ചിരിയും കൂടി ഒരു ലോങ്ങർ ഷെൽഫ് ലൈഫ്. ഓക്കെ, ഇത്രയും വർഷം കൂടി എനിക്ക് നീട്ടി കിട്ടിയെന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇഫ് ഐ ഹാവ് ടു ബിക്കം സംതിങ് എക്സെപ്ഷണൽ, there's a lot of work I have to put into. അത് ഞാനിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ബട്ട് കമ്മിങ് ബാക്ക് ടു ആക്കഡമിക്സ്, ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തു. എല്ലാവരും എന്നെ റിജക്റ്റ് ചെയ്തു. ആൻഡ് ഐ റിമെമ്പർ ആംസ്റ്റർഡാമിലുള്ള യൂണിവേഴ്സിറ്റി സോഷ്യോളജിക്ക് നമ്പർ 1 ആയിരുന്നു. അവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഞാനിങ്ങനെ വെയിറ്റിംഗ്, അത് കിട്ടും എന്തായാലും കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവരും എന്നെ റിജക്റ്റ് ചെയ്തു. അന്ന് ഞാൻ കരഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്. സെൽഫ് ഡൗട്ടിനപ്പുറത്ത് ദർ വാസ് സെൻസ് ഓഫ് ഫെയിലിയർ ഇൻ ദാറ്റ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇങ്ങനെയുള്ളതൊക്കെ പോകുന്നത് നമ്മുടെ വഴികളിൽ ചെറിയ ചെറിയ കല്ലുകളായിരിക്കും, അതിൽ നമ്മൾ തട്ടുന്നത് വലിയൊരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ്. സോ ഫോർ മീ ഇറ്റ് ഈസ് ബിലീവിങ് ടിൽ ദി എൻഡ്, ലൈക്ക് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, വിശ്വസിക്കുക എന്നുള്ളൊരു സാധനമാണ്. സത്യം എന്നത് കാണുന്ന ഒരുപാട് എസ്തറിനെ പോലുള്ള പെൺകുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ ഒരു സെന്റൻസ്. You feel like giving up, you should keep believing and moving forward. അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛനോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ലണ്ടനിൽ അവൾ അഡ്മിഷൻ കിട്ടിയിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞില്ല. വാട്ട് വാസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്? അതിന് കാരണം എൻ്റെ എൽഡർ ബ്രദർ ഓൾറെഡി ലോണിലാണ് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം ഇത്രയും ലക്ഷം രൂപ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു ഫാമിലിയാണ്. അപ്പം വിർ ഓൾ ട്രൈങ് ടു എൻസ് മീറ്റ്, അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അനിയൻ ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവനും ഒരു ടോപ്പപ്പിൽ ലോണൊക്കെ എടുത്ത് ഫുൾ റെഡി ആയിട്ടിരിക്കുക. അഗൈൻ ഈസ് സോ എക്സൈറ്റഡ്, ആൾ പഠിക്കാനും ഒക്കെ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഫുൾ സ്കോളർഷിപ്പ് ഉള്ള ഏതെങ്കിലും ചെറിയ യൂണിവേഴ്സിറ്റി കിട്ടുമെന്നാണ്. ബട്ട് ഈ കുഞ്ഞ് യൂണിവേഴ്സിറ്റി എല്ലാം എന്നെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയതാണെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റി. സോ ഈവൻ ദോ യു ഹാവ് എ സ്കോളർഷിപ്പ്, യു സ്റ്റിൽ ഹാവ് ടു പേ എ ലോട്ട് മോർ മണി. അതിനകത്ത് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും, പിന്നെ സെൻട്രൽ ലണ്ടനിലാണ്, അപ്പോൾ അതിൻ്റെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ എനിക്ക് വന്ന അടുത്ത മൊമെന്റ് തന്നെ അറിയാം എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്കിപ്പം ആ പൈസ ഒപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. സോ ഐ തോട്ട് ലെറ്റ് മീ നോട്ട് ഗിവ് ഇറ്റ് സോ മച്ച് എക്സൈറ്റ്മെന്റ്. പേരൻസിന് തോന്നണ്ട എനിക്കിത് താല്പര്യമുണ്ട് എന്നുള്ള പോലെ. അങ്ങനെ ഞാൻ പറഞ്ഞു, LSE കിട്ടി, ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പേരൻസിന് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ അവർ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ തുടങ്ങി, എസ്തറിന് കിട്ടി എന്തോ LSE. അപ്പം പറഞ്ഞു നല്ല കോളേജാണെന്ന് എനിക്കറിയാം, പക്ഷെ അവൾ പോകുന്നില്ല എന്നാണ് പറയുന്നതെന്നുള്ളവർ. പക്ഷെ കോൾ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഭയങ്കര അവിടെ പോകുന്നില്ല എന്ന് എന്താ പറയുന്നത്, ഇനി ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി വരുമെന്നൊക്കെ ഉള്ള പോലെ ഇത് ചെയ്തു. അപ്പോൾ അവർക്ക് ശരിക്കും ഹിറ്റ് ചെയ്തു. ഇതെന്തിനാ പോവാതിരിക്കുന്നേ, ലൈക്ക് നോ മാറ്റർ വാട്ട്. അതെ,
എന്നുള്ള പോലെ. അപ്പ എന്നെ ഒരു ദിവസം വിളിച്ചിരുത്തി ചോദിച്ചു, എന്താണ് കാര്യം പറയൂ, ഡു യു റിയലി നോട്ട് വോണ്ട് ടു ഗോ ഓർ ഇസ് ദർ സം അതർ റീസൺ? ആൻഡ് ഐ ടോൾഡ് ഹിം ദിസ് ഇസ് ദിസ്. ആൻഡ് എനിക്ക് എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ ഓൾറെഡി ആഗ്രഹിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന്, കാരണം അവൻ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവന് പോകാൻ പറ്റില്ല. ഇപ്പം ഹി ഹാവ് ടു വെയിറ്റ് 1 more year. സോ ഫോർ മീ ഇറ്റ് ഈസ് എ ബിഗ് സാക്രിഫൈസ് ടു ആസ്ക് മൈ യംഗർ ബ്രദർ, എനിക്ക് വേണ്ടി മാറിത്തരാമോ എന്നുള്ള പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അപ്പ പറഞ്ഞു ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ അവൻ്റെ അടുത്ത് എന്നുള്ള പോലെ. അവൻ്റെ അടുത്ത് പറഞ്ഞതും പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്തായാലും പോകണം എന്നുള്ള പോലെ അവൻ പറഞ്ഞത്. അത് നീ ഒരു സാക്രിഫൈസ് ആയിട്ട് ഒന്നും കണ്ട, അതുകൊണ്ട് തന്നെ നീ ലണ്ടനിൽ പോകുമ്പോൾ എൻജോയ് ചെയ്യുന്നത് കുറയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ലിവ് യുവർ ലൈഫ്, ഞാൻ എന്തായാലും പൊയ്ക്കോണം എന്നുള്ള പോലെ. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു മൈ ബ്രദർ ആൻഡ് ടു മൈ ഫാദർ ആൻഡ് മദർ ആൻഡ് എവറിബഡി, ബിക്കോസ് പിന്നെ അത് അവരുടെ ഒരു കാര്യമാക്കി അവരെടുത്തു. എനിക്ക് ആഗ്രഹമുണ്ട്, അതെ ഇനി പോയേ. അമ്മ പറഞ്ഞു സെപ്റ്റംബർ ആകുമ്പോഴേക്കും കയറ്റി വിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡോണ്ട് തിങ്ക് അബൌട്ട് മണി, ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ്, ജസ്റ്റ് ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു ഇൻ ദ മീൻ ടൈം യു ഗോയിങ്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് ഐ ഓൾവേസ് നോ, എൻ്റെ പേരൻസ് അങ്ങനെയാണ്, നമുക്കൊരു ആഗ്രഹം പറഞ്ഞാൽ അവർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത്, വെറുതെ ആ ഒരു ടൈമിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട്. പക്ഷേ ദേ മാനേജ്ഡ് ഇറ്റ് ആൻഡ് ദേ ഹെൽപ് മീ സോർട്ട് എവറിത്തിങ്. അനിയനും പോയി. അനിയൻ അതിന്റെ അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ മെൽബണിലേക്ക് പോയി. ഹീസ് എ മാർക്കറ്റിംഗ് മാനേജർ. ഹീസ് ഓൾസോ സ്റ്റഡിങ്, സെക്കൻഡ് ഇയർ അണ്ടർ ഗ്രാഡ് സ്റ്റുഡന്റ് ആണ്. ബട്ട് ഹീസ് വർക്കിംഗ് പാർട്ട് ടൈം വിത്ത് ദ കമ്പനി ദർ. അച്ഛനും അമ്മയും ഇപ്പൊ എന്ത് ചെയ്യണു? അച്ഛനും അമ്മയും ഇപ്പോൾ വയനാടും ഞാൻ കൊച്ചിയിലാണ് നിൽക്കുന്നത്. അവരങ്ങനെ ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അത് റെനോവേറ്റ് ചെയ്ത് ഇച്ചിരിയും കൂടെ ഒരു വലിയ സെറ്റപ്പിലോട്ട് ആക്കാൻ നോക്കുന്നു. സോ ദേ ക്യാൻ മാനേജ് ബോത്ത്. അതും ചെയ്യാം. എനിക്ക് കൃഷിയൊക്കെ ഇഷ്ടം, ഞാനത് എൻജോയ് ചെയ്യുന്നതാണ്, മണ്ണിലിറങ്ങി പണിയെടുക്കും. അപ്പൊക്ക് ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഇരിക്കാൻ പറ്റും. അതെങ്കിൽ അയ്യോ ചൂട്, അയ്യോ പറ്റുന്നില്ല, ചുമ്മാ സ്കൂട്ടറൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു ഹി കാൺ സിറ്റ് ടൈറ്റ്, ഹി ജസ്റ്റ് വാണ്ട്സ് ടു മണ്ണിലും ഇതൊക്കെ. അതായത് ഞാനിങ്ങനെ ആയിരിക്കും ഇടയ്ക്കൊക്കെ വയനാട്ടിലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് വരും. നോക്കുമ്പോൾ ഉണ്ട് അപ്പൻ മറ്റേ നിക്കറൊക്കെ ഇട്ട് ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആരാ. അപ്പൊ ഞാനാണ് എസ്റിന്റെ ഫാദർ എന്നൊക്കെ പറയും. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ മണ്ണിലൊക്കെ ഇറങ്ങി പണിയെടുക്കാന്നൊക്കെ. ഞാൻ അന്ന് കണ്ടപ്പോ അച്ഛൻ ഉണ്ടായിരുന്നു കൂടെ. അതെ അതെ, ഞങ്ങൾ രണ്ടാളും കൂടി അന്ന് വന്നേ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അന്ന് വന്നപ്പോ സാർ ഉണ്ടായിരുന്നു കൂടെ, ഓർക്കുന്നു? ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, അത് അപ്പൊ എന്തായാലും ഓർക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്നെ നല്ലതായിട്ട് മേക്കപ്പ് ചെയ്ത് ഒരുക്കി ഇരുത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. ചോദിച്ചു, പൊട്ടാണോ ഒരു ഡിസൈനിലൊക്കെ വരയ്ക്കോ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? ഞാൻ എന്താ ചോദിക്കുക കുഞ്ഞിനോട് എന്നുള്ള അതാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ മേക്കപ്പ് ഒക്കെ പറയുമ്പോ ഒരു എക്സൈറ്റഡ് ആൻസർ കിട്ടുമല്ലോ. അപ്പൊ പക്ഷെ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല, വളരെ കൃത്യമായി എന്നെക്കാളും സീരിയസ് ആയിട്ടാണ് ആ ഇന്റർവ്യൂവിൽ ഇരുന്ന് ഉത്തരങ്ങൾ. എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ വെദർ ഐ മേഡ് യു അൺകംഫർട്ടബിൾ ഓൾസോ. ഒരു കുഞ്ഞല്ലേ, എന്റെ ചോദ്യങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നൊക്കെ ഞാൻ ആരെങ്കിലും അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ. ബട്ട് യു വർ സോ മെച്യൂർഡ്. അതാ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അന്നും ഈവൻ ദോ ഒരു 6-7 വയസ്സ്, ഇന്നിപ്പോ എന്റെ മോളുടെ പ്രായമുള്ളൂ, അന്ന് യു വർ സോ മെച്യൂർഡ് വെൻ യു വർ ഗിവിംഗ് ദ ആൻസേഴ്സ്. വളരെ കൃത്യമായിട്ട് അങ്ങനെ ആയിരുന്നു. ആർ യു എ വെരി മെച്യൂർഡ് പേഴ്സൺ? ലൈക്ക് ടു ബിലീവ് സോ. അറ്റ്ലീസ്റ്റ് പുറത്ത് വീട്ടിലും അല്ലെ സുഹൃത്തുക്കളുടെ ഇടയിലും ഞാൻ അത്ര മെച്ചോർഡ് ഈ സംസാരിക്കേണ്ടടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. കാരണം എനിക്ക് ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മിസ് ചെയ്തു ഈ സിനിമയിലൊക്കെ വന്നതുകൊണ്ട് എന്ന്. കാരണം വലിയ ആളായിട്ട് സംസാരിക്കണം, വലിയ ആളുകളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യണം. അപ്പം നമുക്കൊരു കുട്ടിത്തം നമ്മൾ പോലും അറിയാതെ അത് മാറിപ്പോകും എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടിയായിരുന്നപ്പോൾ ലൈഫ് ഇപ്പോഴാണ്, കഴിഞ്ഞ ഒരു 3-4 വർഷത്തിലാണ് അതാ പറഞ്ഞത്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ചുറ്റുമുള്ള ആൾക്കാർ ദർ ഹാപ്പിലി ടേക്കിംഗ് കെയർ ഓഫ് മീ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാനിങ്ങനെ വാശി പിടിച്ചാലും കൊഞ്ചാലും അവർക്ക് ഇഷ്ടമാണ്. കാരണം വെൻ ഐ സ്റ്റെപ്പ് ഔട്ട് ലൈഫ് ഇസ് സോ ഡിഫറെൻറ്റ്. ഈ പറഞ്ഞ തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന ഡിസിഷൻസ്, ആൾക്കാർ സംസാരിക്കുന്ന എല്ലാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് വിത്ത് ദെം ഐ കെൻ ജസ്റ്റ് ബി മൈ സെൽഫ്, ലൈക്ക് ബി എ കിഡ്. അപ്പം ഞാൻ അന്ന് ഈ പറഞ്ഞ കുറച്ച് കൂടുതലായിരുന്നു കുട്ടിത്തം. അതിന് ഈ പറഞ്ഞ പോലെ ആൾക്കാരും പറയായിരുന്നു ഇത്ര സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കരുത്. ബട്ട് ഐ കുഡന്റ് ഹെൽപ്പ് മൈ സെൽഫ്. അങ്ങനെ ആയിരുന്നു അന്ന്. അത് ഓവറായിരുന്നു. ആൾക്കാർ പറയുമല്ലോ ചെറിയ വായില് വലിയ വർത്താനമാണ് കുട്ടിക്ക് എന്നൊക്കെ പറയായിരുന്നു. ബട്ട് ഇന്ന് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്ക് പക്ഷേ ഭയങ്കര ചെറിയ വായില് വലിയ വർത്താനം നല്ല തോന്നി. എനിക്ക് വളരെ മെച്യൂർഡ് ആയ ഒരാളെ നമ്മള് ഇന്റർവ്യൂ ചെയ്യുക, സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാര്യം എല്ലാത്തിനും ഉത്തരമുണ്ട്. ഒരു വേർഡ്, ഒരു ലൈൻ, കറക്റ്റ് ഉത്തരങ്ങള്. ഭയങ്കര കണ്ടിട്ടുണ്ടോ അന്നത്തെ ഇന്റർവ്യൂ? വളരെ കൃത്യമായിട്ടാണ് ഉത്തരങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. നമ്മുടെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോ ഒക്കെ പുള്ളി പറഞ്ഞു കൃത്യമായിട്ട് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് യു വർ ഗിവിംഗ്. യു ഹാവ് എ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്. യു ആർ സോ യുണീക്ക് ഇൻ യുവർ ഓൺ വേ, ഇൻ യുവർ സ്റ്റൈൽ. സോ where does it come from? ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ആലോചിക്കുകയാണ് എന്താണ് എൻ്റെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഫോർ മീ സ്റ്റൈൽ ഇസ് മെയിൻറ്റെയിനിങ് ഒരു സെൻസ് ഓഫ് കൺസിസ്റ്റൻസി.
ഇൻ ദ വേ യു ലുക്ക് ഓർ ഫീൽ. ട്രെൻഡുകൾ വരും പോവും, പക്ഷെ ട്രെൻഡുകൾ ഔട്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ട്രെൻഡിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇച്ചിരി വർഷം കഴിഞ്ഞ്, ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇച്ചിരി വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഇതൊക്കെ പഴയ ട്രെൻഡ് ആയിരുന്നില്ലേ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ്, എനിക്ക് എങ്ങനെയാണോ എന്നെ കാണാൻ ഇഷ്ടം അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കൂടെ ട്രെൻഡിനെ കുറച്ചൊന്ന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ബി യുവർ സെൽഫ്. ഇച്ചിരി ഇത് നടത്തുക, ഭയങ്കര ഒരു ക്രേസി ട്രാൻസ്ഫോർമേഷൻ വരാത്ത പോലത്തെ ഫീലിംഗ് അത്. കാരണം ഞങ്ങൾ മിക്ക സുഹൃത്തുക്കളും പണ്ടത്തെ ഞങ്ങൾ 10ലും 9ലൊക്കെ ഉള്ള ഫോട്ടോസ് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പം എല്ലാവർക്കും മേജർ ഡിഫറൻസുകളാണ്. ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറയാം എസ്എന്നെ അന്നൊന്നും കാണാം ഒരേപോലെ എന്നുള്ള പോലെ. അപ്പോൾ നമുക്കതൊരു മോശമല്ല കോംപ്ലിമെന്റും അല്ല, അങ്ങനത്തെ ഒരു സേഫ് സോൺ പിടിക്കുക എന്നുള്ളതാണ്. ബട്ട് ഐ തിങ്ക് അറൗണ്ട് മീ എൻ്റെ പ്രായത്തിലുള്ളവരാണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ ദേ ആർ റിയലി ഗുഡ് സ്റ്റൈൽ അല്ലേ. അവർ നൗ ദാറ്റ് സോഷ്യൽ മീഡിയ ആൻഡ് എവറിത്തിങ് നമ്മൾ അപ്പോൾ ആണ് ട്രെൻഡ് പിക്കുന്നത്. കാൻസൽ ആരെന്ത് വെയർ ചെയ്തു, അല്ലെങ്കിൽ മെറ്റ് ഗാലയ്ക്ക് എന്തായിരുന്നു, അപ്പം എല്ലാം നമ്മൾ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, എല്ലാവരും വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്താണ് ആ ലുക്കൊക്കെ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. പീപ്പിൾ ഹാവ് ഗുഡ് സെൻസ് ഓഫ് തിങ്സ് നൗ. അത് കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു. നമുക്ക് ഇതുപോലെ നമ്മൾ ചില സ്റ്റൈൽസോ കാര്യങ്ങളോ ഒക്കെ എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. സോ സ്പെഷ്യലി യു ഹാവ് ദ സോഷ്യൽ മീഡിയ നൗ. നല്ലതുമാണ്, അതേപോലെ തന്നെ ദോഷമാണ്. സോ ഹൗ ഡു യു ടേക്ക് ദിസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് കമന്റ്സ് ഓർ സോഷ്യൽ മീഡിയയിലുള്ള ബാഡ് ഇൻഫ്ലുവൻസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? സി അറ്റ് ദിസ് പോയിന്റ് അതൊരു യു ഡോണ്ട് ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് അങ്ങനെ, ബിക്കോസ് യു ഗോട്ട് യൂസ് ടു ഇറ്റ് കുറേ വർഷങ്ങളായിട്ട്. ഇപ്പൊ കോവിഡ് സമയത്താണല്ലോ കമന്റ്സ് വരുന്നതെല്ലാം വായിക്കാറുണ്ടോ? ഇടയ്ക്ക് ഒരു മൂഡ് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ഇടയ്ക്ക് റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നുമ്പോൾ റിപ്ലൈ കൊടുക്കും, അവിടെ എപ്പോഴും ഒന്നും ഇല്ല. സി അതാണ് ഈ ഒരു സിനിമയിൽ ആക്റ്റീവ് ആകുമ്പോഴുള്ള ഒരു പ്രശ്നം. കാരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ പറഞ്ഞ ലോകത്ത് വളരെ ബിസിയാണ്. നമുക്കൊരു 10-100 പേപ്പർ വായിക്കാനുണ്ടാവും. പേപ്പർ ന്യൂസ് പേപ്പർ അല്ല, ലൈക്ക് റീസെർച്ച് പേപ്പേഴ്സ് ഒക്കെ. ഇതിനിടയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എടുത്തു വെക്കുന്നു. ഇപ്പം അങ്ങനെ പണിയുള്ള ജോലി ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ആ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നു, ഈ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പാപ്പരാജി എടുക്കുന്ന വീഡിയോസ് അപ്പോൾ കണ്ട് ആ ഒരു ലൂപ്പിലായി പോകും. അപ്പോൾ കമന്റ്സ് വായിക്കാൻ തോന്നും. അപ്പോൾ ഇടയ്ക്ക് ഇഷ്ടമില്ലാത്ത കമന്റ് കാണും, ചീത്ത പറയാൻ തോന്നും. നല്ല കമന്റ് കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും, നല്ല മെസ്സേജ് വരുമ്പോൾ റിപ്ലൈ ചെയ്യും. സോ ഐ ഹവ് ഗോട്ടൺ യൂസ് ടു ഇറ്റ്. അങ്ങനെ ഈ നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ അതിപ്പോൾ ഞാനൊക്കെയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്തോ ഒരു പോസ്റ്റ്, ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ ന്യൂസ് ആർട്ടിക്കിൾസ്, അതിൻ്റെ താഴെ ഒരാൾ ഭയങ്കര മോശമായിട്ട് എഴുതിയിരിക്കുന്നു. അതും ഈ ആ ഫോട്ടോയുടെ ഒന്നും ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പുള്ളി പറയുന്നത്. സംതിങ് റോങ് വിത്ത് പീപ്പിൾ അല്ലേ. അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിലോ തലയ്ക്കോ ഒക്കെ. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് വി കൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. സുഹൃത്തുക്കളുടെ അടുത്ത് പറയും, കുറച്ചു നേരം ഇരിക്കും, അവർ എൻ്റെ അടുത്ത് പല പ്രാവശ്യം മനസ്സിലുണ്ട് കമന്റ് വായിക്കുന്നു, പിന്നെ എന്തിനാ കമന്റ് വായിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചുമ്മാ ഒരു ഫണ്ണായിട്ട് സ്കോൾ ചെയ്യും. ബട്ട് ഇതൊക്കെ പറഞ്ഞാലും ഞാനിടയ്ക്ക് ഇങ്ങനെ കാണും, വിഷമിക്കും. പിന്നെ നല്ലതും ഉണ്ടല്ലോ. അതെ, നല്ലതും ഉണ്ട്. അതാണ് ഇന്നലെയൊക്കെ ചുമ്മാ ഐ ഓപ്പൺ മൈ ഇൻബോക്സ് ആൻഡ് ഐ ഹാഡ് എ മെസ്സേജ് ഫ്രം മൈ പ്രൊഫസർ. എൻ്റെ ഫസ്റ്റ് ഇയറിൽ എന്നെ പഠിപ്പിച്ച, ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ മെസ്സേജ് എസ്തർ, ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കാണായിരുന്നു. ഷീസ് നോട്ട് എ മലയാളി, ഷീസ് ഫ്രം ബോംബെ. ഐ എം റിയലി പ്രൗഡ് ആൻഡ് വെരി ഹാപ്പി ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഐ ആം സോ ഹാപ്പി. കാരണം എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് മിണ്ടണമെന്ന് ആഗ്രഹമുള്ള പ്രൊഫസറായിരുന്നു. പക്ഷെ എനിക്ക് പൊതുവെ ടീച്ചേഴ്സിനോട് ഭയങ്കര പേടിയായിരുന്നു. അത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു എപ്പോഴും ഒരു ഹയറാർക്കി ഉണ്ട് എന്നുള്ളൊരു ഫീൽ. ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ. ഇന്ന് അങ്ങനെ ഇല്ല. എന്റെ മക്കളൊക്കെ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി അവരോട് സംസാരിച്ചിട്ട് ഫ്രീഡം കൂടിയാണ്. which is how it should be. It's not arrogant ആവാന്നുള്ളതല്ല, നമുക്കൊരു റെസ്പെക്ടബിൾ സ്പേസ് ഫോർ എവറിബഡി ടു ടോക്ക് ആൻഡ് ഇന്ററാക്ട്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ബെറ്റർ ആവാൻ വേണ്ടിയല്ലേ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നത്, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ വന്ന് മിണ്ടണം എന്നൊക്കെ. പക്ഷെ ഐ വാസ് ജസ്റ്റ് എ സ്റ്റുഡന്റ് ഇൻ യുവർ ക്ലാസ്. ഷീ വാസ് ലൈക്ക് എസ്തർ അന്ന് എഴുതിയ അസൈൻമെന്റ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ്. That was like one of the best assignments that എൻ്റെ സ്റ്റുഡൻസ് എഴുതിയതിൽ. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ എത്ര സ്കെയറി ആയിട്ടുള്ള ആളെന്ന് പറയാം. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ പ്രോബ്ലം കൊണ്ടല്ല, എനിക്ക് ഇറ്റ്സ് എ മീ പ്രോബ്ലം, എനിക്ക് പേടിയായിരുന്നു. സോ അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ്. വേറൊരു കുട്ടി ഇതുപോലെ ഇന്റർവ്യൂസ് എല്ലാം കണ്ടിട്ട് ആൾ പറഞ്ഞു ഒരു ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് വന്നു, അത് കണ്ട് ഞാൻ ലൈക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എസ്തറിന്റെ ഇന്റർവ്യൂസ് തന്നെയാണ് വരുന്നത്. സോ ഐ ഗോട്ട് ടു നോ യു എ ലിറ്റിൽ ബിറ്റ് മോർ ആൻഡ് യു ജസ്റ്റ് ഷീ ഹാഡ് എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ടു സേ അബൌട്ട് മീ. അപ്പം അതൊക്കെ നമ്മൾ ഒത്തിരി സന്തോഷിപ്പിക്കും. പക്ഷെ എന്നാലും ഒരു കുഞ്ഞ് നെഗറ്റീവ് വന്നാലും നമ്മൾ ഈ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം മറന്നു പിന്നെ നെഗറ്റീവിലായിരിക്കും ഇരിക്കുന്നത്. സോ ദാറ്റ്സ് ദാറ്റ് ടു. എസ്തറിൻ്റെ ഒരു സേഫ് സ്പേസ് എവിടെയാ? ലൈക്ക് ഇതിൽ നിന്നൊക്കെ മാറി when you want to take a break from everything, what do you do? സോ രണ്ട് സേഫ് സ്പേസ് ആണ് യൂഷ്വലി ഉള്ളത്. വൺ ഈസ് മൈ ഫ്രണ്ട്സ്. അതായത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഞാൻ LKG മുതൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അങ്ങനെയുള്ള സർക്കിളുണ്ട്. പക്ഷേ ഇപ്പോൾ കൊച്ചിയിലായിരിക്കുമ്പോൾ ഇറ്റ്സ് മോസ്റ്റ്ലി മൈ ഫ്രണ്ട്സ്.
ഇവിടെ ഞാൻ ബിൽഡ് ചെയ്തൊരു സിനിമയിൽ നിന്ന് പുറത്തുള്ള സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. സോ നമ്മൾ ഗെയിംസ് നൈറ്റ് വെക്കും, നമ്മൾ മോണോപ്പൊളി എല്ലാം കളിച്ച് രാവിലെ വരെ ഇരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും, വി ടോക്ക് അബൌട്ട് ലൈഫ്, അങ്ങനെ ഒരു സെഷനുണ്ട്. അത് നമ്മൾ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ എന്ത് ലോകത്തുനിന്നും, ഇപ്പം അത് ഇറ്റ് കുഡ് ബി റിജക്ഷൻസ് ഫ്രം യുവർ ജോബ്, ഇറ്റ് കുഡ് ബി റിജക്ഷൻസ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്, എന്താണെങ്കിലും ദാറ്റ്സ് സേഫ് സ്പേസ്. യു കെൻ ജസ്റ്റ് സിറ്റ് ആൻഡ് ടോക്ക് ആൻഡ് പ്ലേ ആൻഡ് സംടൈംസ് യു ഹാവ് സ്മോൾ ഡിബേറ്റ്സ്. ഫ്രണ്ട്സ് ഉണ്ടോ അതോ? ഞങ്ങളൊരു 6-7 പേര്, പിന്നെ വേറെ ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ ഒരു 5-6 ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ എപ്പോഴും പോകുന്നത് ഒരു 6 പേരുടെ ഒരു ഗ്രൂപ്പിലാണ് പോകുന്നത്. അത് നല്ലതാണ്. യു ഹാവ് ലോഡ് ഓഫ് ഫൺ ഡിസ്കഷൻസ്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടും, പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ഡിബേറ്റ് ഒക്കെ പോലെ. അതാണ് ഒന്ന്. പിന്നെ എനിക്ക് അതിലും കൂടുതൽ കംഫർട്ട് വരുന്നൊരു സാധനം, ഞാൻ മിക്കപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണ് നിൽക്കാറ്. പേരൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇങ്ങനെ വർക്കും ഒക്കെ ആയിട്ട് ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ചില സമയങ്ങളിൽ വെൻ ഐ എം ലൈക്ക് റിയലി സ്ട്രെസ്ഡ്, ഐ കം ബാക്ക് ഫ്രം വർക്ക്, എന്നിട്ട് ഞാൻ നല്ല കുളിച്ച് ഫ്രഷായി എൻ്റെ വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൗച്ചിൽ ഇരുന്ന് നല്ല ഫുഡ് ഓർഡർ ചെയ്തിട്ട് TV കാണുന്നത് ഇസ് ലൈക്ക് മൈ അൾട്ടിമേറ്റ് സേഫ് സ്പേസ്. ആരും ഉണ്ടാവില്ല, ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. മിക്കവാറും നമ്മൾ ഇൻഡോ ചൈനീസ് ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അത് നല്ല വിശന്ന് ഇരിക്കുമ്പോൾ അതും കഴിച്ച് ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, TVയും കണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, ഐ ക്യാൻ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. എനിക്ക് അതെൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അടിപൊളി.